ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അതിനാദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഈ ഓയിലിട്ട് വറുത്ത് കോരിയെടുക്കാനുള്ളതാണ്. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമ്മൾ ഇത് വറക്കണം. ഫ്ലെയിം കുറച്ചിട്ട് വേണം വറുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇഞ്ചി വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയുടേതായ ചെറിയൊരു ടേസ്റ്റും കൂടി കിട്ടും നമുക്ക്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2 മുളക് കീറിയിട്ടത്, കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 10 ചെറുള്ളി ചെറുതായി അരിഞ്ഞതും 15 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ല എരിവുള്ള പച്ചമുളകും വലിയ പച്ചമുളകൊക്കെ ആണെങ്കിൽ 8ഓ 10ഓ എടുത്താൽ മതി. ഞാനിവിടെ ചെറിയ പച്ചമുളക് എടുത്തത്, അതുകൊണ്ട് 15 എണ്ണം എടുത്തത്. അത് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി ഇളക്കിയ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 കപ്പോളം വാളൻപുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് ശർക്കര ലായനിയും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറി നല്ല തിക്കായി വരുന്നത് വരെ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ പുളിയിഞ്ചി ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇതിന് ചൂടാറി വരുന്തോറും കൂടുതൽ തിക്കായി വരും. അതുകൊണ്ട് ഇതേ പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ചൂടൊക്കെ ആറി നല്ല പാകത്തിന് കുറുകിയ രീതിയിലായിട്ടുണ്ട്. ഇനി 1-2 ദിവസം ഇരിക്കുവാണെങ്കിൽ അപ്പോഴത്തേനും കുറച്ചുകൂടി അത് കുറുകി വരും. എനിക്കൊക്കെ ഇതാണ് കറക്റ്റ് പരുവം. അപ്പോൾ ഞങ്ങളുടെ പുളിയിഞ്ചി റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.